ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് മാർക്കറ്റ് ഇംബാലൻസ് ആവുന്നത് അതൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുപോലെ എങ്ങനെയാണ് നമ്മുടെ മാർക്കറ്റ് വർക്കിംഗ് ആവുന്നത് എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഒരു മാർക്കറ്റ് അപ്പും ഡൗണും ഒക്കെ വന്നത്, അതിൻ്റെ ആരാണ്, അവരെന്താണ് അതിനുവേണ്ടി ചെയ്യണത്, അപ്പം നമ്മൾ എന്താണ് അവിടെ ചെയ്ത് പ്രോഫിറ്റ് എടുക്കാനായിട്ട് ചെയ്യേണ്ടതെന്നുള്ള മെത്തേഡ്സാണ് ഇന്ന് നമ്മൾ പറയാൻ പോണത്. ഓക്കെ, ഇവിടെ ഞാനിപ്പോൾ ഒരു മാർക്കറ്റ് ട്രെൻഡ്സ് ജസ്റ്റ് ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. എന്തായാലും ഒരു മാർക്കറ്റ് ഒരിക്കലും ഇങ്ങനെ ഷൂ എന്നും പറഞ്ഞൊന്നും എന്തായാലും മേളിലേക്ക് എന്തായാലും പോകത്തില്ല. ഓക്കെ, എപ്പോഴും മാർക്കറ്റിൽ ഒരു അപ്പ് ഉണ്ടാവും, ഡൗൺ ഉണ്ടാവും. ഇതുപോലത്തെ അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ളതായിരിക്കും എപ്പോഴും ഒരു മാർക്കറ്റ് ഉണ്ടാവുക. അത് നിങ്ങൾ എപ്പോഴും ചാട്ടി കയറുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, മേളേക്കും താഴേക്കും ഇങ്ങനെ. അപ്പോൾ ഇതുപോലത്തെ സിറ്റുവേഷനിൽ എങ്ങനെ ട്രേഡ് എടുക്കണമെന്ന് കാണിച്ചു തരാം. അതുപോലെ ഇംബാലൻസും കൂടി എന്താണെന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ തെളിയിച്ചു തരാം, എന്ത് സംഭവം. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുക, ഈ ഒരു മാർക്കറ്റിനെ മൂവ് ചെയ്യിപ്പിക്കുന്നതെന്ന് വെച്ചാൽ മേളിലേക്ക് പോകണോ താഴേക്ക് പോകണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യണ കുറച്ച് ആൾക്കാരുണ്ട്. അവരാണ് ബിഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, അപ്പോൾ അവരെ പറ്റി നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. കേൾക്കാത്തവർക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവരെന്താണ് ചെയ്യണമെന്ന് മനസ്സിലാവും. അപ്പോൾ ഇവർ ട്രില്യൺസ് ഓഫ് എമൗണ്ട്സ് വെച്ചിട്ടായിരിക്കും കളിക്കണത്. ഓക്കെ, അപ്പോൾ ഇവർ ഇതുപോലെ ഓരോ ട്രേഡ്സ് എടുക്കണ സമയത്ത് മാർക്കറ്റിനെ തന്നെ അത് ബാധിക്കും. എന്ന് വെച്ചാൽ മാർക്കറ്റിന് അപ്പിലേക്ക് പോകാനും ഡൗൺസിലേക്ക് പോകാനായിട്ട് ഇവർ ഈ ചെയ്യണ ഓരോ കാര്യങ്ങളും മാർക്കറ്റിനെ ബാധിക്കും. അപ്പോൾ നമ്മളെപ്പോലുള്ള റീറ്റെയിൽ ട്രേഡേഴ്സ് ചെയ്യണ ഓരോരോ മിസ്റ്റേക്കുകൾ കാരണമാണ് ഇവർ സുഖമായിട്ട് പ്രോഫിറ്റ്സ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യണ മിസ്റ്റേക്സ് അതെങ്ങനെ മാറ്റാമെന്ന് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഞാൻ ഈ ഒരു ചാർട്ടിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ബിഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഇവിടെ ഒരു 100 ക്വാണ്ടിറ്റി, ഇപ്പോൾ ഇത് ഗോൾഡാണ്, ഗോൾഡ് ഒരു 100 ക്വാണ്ടിറ്റി വാങ്ങണമെന്ന് വിചാരിച്ചു. ഇത് വളരെ കുറവാണ്, ട്രില്യൺസ് ഓഫ് എമൗണ്ട്സ് ശരിക്കും ഇവർ കളിക്കുന്നത്. ജസ്റ്റ് 100 നിന്ന് കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ മാത്രം മതി. ഇവർക്കിപ്പോൾ ഒരു 100 ക്വാണ്ടിറ്റി ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യണമെന്ന് വിചാരിച്ചു. എന്നുവെച്ചാൽ ഇവർക്ക് ഇത് പർച്ചേസ് ചെയ്ത് മേളിലേക്ക് പോയിട്ട് ഒരു പ്രോഫിറ്റിലേക്ക് ആവാനാണ് ഇവർ ശ്രമിക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ വിൽക്കാനും ആൾ വേണം. ഇപ്പം നിങ്ങളൊരു കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങണം, നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും പച്ചക്കറി വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ കടയിൽ പച്ചക്കറി വിൽക്കാനില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാൻ പറ്റുമോ? ഒരിക്കലും വാങ്ങാൻ പറ്റത്തില്ല. കാരണം എന്താ, അവിടെ വിൽക്കാനില്ല സാധനം. അപ്പോൾ അതുപോലെയാണ് ഈ ഒരു സിറ്റുവേഷൻ. ഇവർക്ക് 100 രൂപക്ക് 100 ക്വാണ്ടിറ്റി വാങ്ങണം, പക്ഷേ ഇവിടെ 100 ക്വാണ്ടിറ്റി വിൽക്കാനില്ല. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ എന്ത് ചെയ്യും? ഇപ്പോൾ 100 ക്വാണ്ടിറ്റി വാങ്ങണം, ഇത് ചിലപ്പോൾ 50 ക്വാണ്ടിറ്റി മാത്രമാണ് ഇവർക്ക് കിട്ടുന്നുള്ളൂ എന്ന് വിചാരിച്ചു. ഇവിടെ ഒരു 50 ക്വാണ്ടിറ്റി ഇവർക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ളൂ. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഇവിടെ ഒരു മാർക്കറ്റ് ഇംബാലൻസ് സംഭവിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രീൻ ജസ്റ്റ് ഒന്ന് മാറ്റിയേക്കാം, ഈ ലൈൻസും ഒന്ന് മാറ്റിയേക്കാം. ഓക്കെ, ഇവിടെ കിടക്കട്ടെ. ഇതൊക്കെ എന്താ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതുപോലെ ഇവിടെ ഒരു മാർക്കറ്റ് ഇംബാലൻസ് നടന്നില്ല. കാരണം ഇവർ 100 ക്വാണ്ടിറ്റി വാങ്ങാൻ നോക്കിയിട്ട് ഒരു 50 ക്വാണ്ടിറ്റിയെ വാങ്ങാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇനി എന്തൊരു ബാലൻസ് ഉണ്ട്, 50 ക്വാണ്ടിറ്റിയും കൂടി ഇനിയും അവർക്ക് വാങ്ങാൻ ബാലൻസ് കിടക്കാണ്. അപ്പോൾ ആ 50 ക്വാണ്ടിറ്റി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ആൾക്കാർ വിൽക്കണം. വിറ്റിട്ടില്ലെങ്കിൽ ഇവർക്ക് വാങ്ങാൻ പറ്റുമോ? അപ്പോൾ ഇവർ വിൽപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നുള്ളതാണ് ഇനിയുള്ള കളി. മാർക്കറ്റ് അപ്പോൾ 50 ക്വാണ്ടിറ്റി വാങ്ങിയതിന് ശേഷം നേരെ മാർക്കറ്റ് മേലേക്ക് പോകുന്നു, വീണ്ടും ഒരു ചെറിയ സപ്പോർട്ടൊക്കെ തരുന്നു, ഇങ്ങനെ മാർക്കറ്റ് മേലേക്ക് പോകണം. അപ്പോൾ ഇങ്ങനെ ഒരു സപ്പോർട്ടുള്ള സമയത്ത് നോർമലി എല്ലാ സാധാരണ ട്രേഡേഴ്സും എന്ത് ചെയ്യും? ഇവിടെ കൊണ്ടുപോയിട്ട് ഒരു ട്രേഡ് എടുക്കും. ഇവിടെ ഞാനൊരു ലോങ് പൊസിഷൻ എടുത്തേക്കാം. ആൻഡ് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് എവിടെ ഹിറ്റ് ചെയ്യണം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇതിൻ്റെ ഒരു തൊട്ട് താഴെയായിട്ടായിരിക്കും നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് വെക്കാണ്ട് നിങ്ങളുടെ ടാർഗറ്റ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫില്ല് ചെയ്യും. ഓക്കെ, പിന്നെ മാർക്കറ്റ് സംഭവിക്കണം, ഇങ്ങനെ ഒന്ന് പോയിട്ട് റിട്ടേൺ വന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ മാത്രം എന്താ സ്റ്റോപ്പ് ലോസ് അടിക്കണേന്ന്. പക്ഷെ അങ്ങനെയല്ല, കോടാനുകോടി ഇതുപോലത്തെ റീറ്റെയിൽ ട്രേഡേഴ്സും ഇവിടെ തന്നെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കണത്. ചിലപ്പോൾ ഇവിടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിലായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിലായിരിക്കാം, എവിടെ വേണം വെക്കാം. ഇപ്പോൾ എവിടെ വെച്ചാലും ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കളി എങ്ങനെയാണ്? നേരെ മാർക്കറ്റിനെ റിവേഴ്സ് അവർ പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നത് ഏക്കത്തിൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോലെ. ഈ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു സെല്ലിംഗ് പോയിൻ്റാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് നമ്മൾ സേഫായിട്ട് വെക്കുന്ന ഒരു പോയിൻ്റ് ആണല്ലോ. ഈ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് സെല്ല് ചെയ്യലാണ്. നമ്മൾ വാങ്ങിച്ച സാധനം ഇവിടെ വെച്ച് നമ്മളോട് വിൽക്കും. കാരണം കുറച്ച് ലോസിൽ തന്നെ നിർത്തിക്കാൻ വേണ്ടി ഇവിടെ വെച്ച് നമ്മളോട് വിൽക്കും. അപ്പോൾ ഇവിടെ ഒരു സെല്ലിങ് കിട്ടുമ്പോൾ ഇവിടെ ഇവർക്ക് വാങ്ങേണ്ട സാധനം ഇവിടെ ഓൾറെഡി നമ്മൾ വിറ്റിട്ടേക്കാണ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചുകൊണ്ട് തന്നെ ഇവിടെ വിൽക്കാനിട്ടേക്കാണ്. അങ്ങനെ ഇവർക്ക് എന്ത് ചെയ്യാം? ഇതേ പോയിന്റിൽ തന്നെ മാർക്കറ്റ് റിവേഴ്സ് ഉണ്ടാവും. ആദ്യം ഇങ്ങനെ ഒരു സപ്പോർട്ട് ഇടിപ്പിക്കുമ്പോൾ എല്ലാവരും ഇതുപോലെ ട്രേഡ് എടുക്കും, സ്റ്റോപ്പ് ലോസ് അടിച്ച് തിരിച്ച് ഈ ഒരു പോയിന്റിൽ അതിനാണ് ഞാനിവിടെ ഗ്രീൻ സാധനം മാർക്ക് ചെയ്തത്. ഈ ഒരു പോയിന്റിലേക്ക് റിട്ടേൺ മാർക്കറ്റ് വരും. അപ്പോൾ ഇവർക്ക് വാങ്ങാനുള്ള സാധനം ഇവിടെ ഓൾറെഡി എല്ലാത്തിൻ്റെയും സ്റ്റോപ്പ് ലോസ് എടുത്തിട്ടുണ്ടോ, ബാക്കിയുള്ള 50 കൂടി അങ്ങനെ ഇവിടെയാണ് പർച്ചേസ് ചെയ്യും. അതിനുശേഷം മാർക്കറ്റ് ഷൂ എന്നും പറഞ്ഞിട്ടൊരു പോക്ക് മേളിലേക്ക് പോകും.
അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്നൈപ്പാണ് മാർക്കറ്റിൽ എപ്പോഴും സംഭവിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഇംബാലൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. ഇനി ഇവിടുത്തെ ഇംബാലൻസ്, ഈ ഒരു ഇംബാലൻസ് എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഇവിടെയായിട്ട് ഞാൻ ക്യാൻഡിൽസ് വരച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇംബാലൻസ് എങ്ങനെ ഫൈൻഡ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു പോയിന്റ്, ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു പോയിന്റ് ഇതാണ് ഏറ്റവും ഡൗൺവേർഡ്സ് എടുക്കുന്ന പോയിന്റ്. ഇതല്ലേ ഈ ഡൗൺവേർഡ്സ് പോയിൻ്റാണ് ഞാൻ ഈ ഏറ്റവും താഴത്തെ ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിലായിട്ട് വരച്ച് ചെയ്യുന്നത്. ഇതുപോലത്തെ ഒരു 3 ബുള്ളിഷ് ക്യാൻഡിൽ കിട്ടിയെന്ന് വിചാരിച്ചു. അപ്പോൾ ഇംബാലൻസ് എങ്ങനെ ഫൈൻഡ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഫസ്റ്റത്തെ ക്യാൻഡിലിൻ്റെ ടോപ്പിലെ വിക്ക്, ഈ വിക്കും അതുപോലെ മൂന്നാമത്തെ ക്യാൻഡിലിൻ്റെ അടിയിലത്തെ വിക്കും തമ്മിൽ ഗ്യാപ്പ് ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, എന്താണ് ഇവിടെ നല്ല ഗ്യാപ്പ് വന്നിട്ടില്ലേ. അപ്പോൾ ഇത് ഇംബാലൻസ്ഡ് ആണ്. അതിനർത്ഥം എന്താ, ഇംബാലൻസ്ഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, മാർക്കറ്റിൽ ഇതുപോലെ നമ്മളെ കളിപ്പിച്ചിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ കണ്ട് ചെയ്തിട്ട് റിട്ടേൺ ഇതേ പോയിൻ്റ് ഏരിയയിലേക്ക് വരും. ഏത് പോയിന്റിലേക്ക്? ഈ പോയിന്റിലേക്ക് തന്നെ മാർക്കറ്റ് ഇതുപോലെ പോവും. ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇതുപോലെ ഇങ്ങനെ പോവും. ഇതുപോലെ ഇംബാലൻസ് ഒക്കെ നടന്നതിന് ശേഷം ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോവും. അതിന് ശേഷം റിട്ടേൺ വന്നിട്ട് സ്നൈപ്പ് അടിച്ച് നേരെ മേളിലേക്ക് പോകും. കാരണം എന്താ, ഇങ്ങനെ മാർക്കറ്റ് ഇതുപോലെ പോവുകയാണെന്ന് എന്ത് ചെയ്യും, ഇംബാലൻസ് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ എല്ലാ അങ്ങോട്ടും ഇവിടെ പോയിട്ടൊരു ട്രേഡ് എടുക്കും. എന്നിട്ട് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് കൊണ്ടിട്ട് ഇവിടെയും വെക്കും. ടാർഗറ്റ് അവർക്ക് തോന്നുന്നിടത്തും വെക്കും. എന്നിട്ട് എന്താ സംഭവിച്ചാൽ മാർക്കറ്റ് നേരെ പോയിട്ടുണ്ട്, എല്ലാം തന്നെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യിപ്പിച്ചു. നേരെ മാർക്കറ്റ് റിട്ടേൺ വന്നു, നമ്മുടെ പോയിന്റിൽ കയറി ഷട്ടപ്പട്ടേന്നും പറഞ്ഞിട്ട് മാർക്കറ്റ് മേളിലേക്ക് ഒരൊറ്റ പോക്ക് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് ഇനി നമ്മൾ എങ്ങനെ ട്രേഡിൽ കണ്ടുപിടിക്കും? ഇനി ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ റിട്ടേൺ പോവുക, ഒന്നുകൂടി റീവാച്ച് ചെയ്യുക, മനസ്സിലാക്കുക. പിന്നെ ട്രേഡിങ്ങിൽ നിങ്ങൾ ആദ്യത്തെ ഒരാളാണെന്നുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവില്ല ഇതെന്തൊക്കെയാണ് പറയണതെന്നുള്ളത്. നിങ്ങൾ പഴയ വീഡിയോസൊക്കെ ഇരുന്ന് കാണാം. ഓക്കെ, അത് SMCയുടെ മാത്രമല്ല വേറെ എങ്ങനെയാണ് ട്രേഡ്, എന്തൊക്കെയാണ് ട്രേഡ് വർക്ക് ചെയ്യണം എന്നുള്ള വീഡിയോസൊക്കെ ഇരുന്ന് കാണാം. എന്നിട്ട് ബാലൻസ് ഇതൊക്കെ കാണാം, എന്നാലും നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഇവിടെയായിട്ട് ഞാൻ ഇതുപോലെ തന്നെ മാർക്കും ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്, ഇതുപോലത്തെ ഇംബാലൻസും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും ഇവിടെ എന്താ സംഭവിച്ചത്. ഇപ്പോൾ ഈ ഒരു ഇതിപ്പോൾ നമ്മൾ ചാർട്ടിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ കുറച്ച് വരച്ചല്ല കാണിച്ചത്, ഇനി റിയൽ ചാർട്ടിലേക്ക് വരാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 3 ഇതുപോലത്തെ ബുള്ളിഷ് ക്യാൻഡിൽസ് കാണാൻ പറ്റും. അതൊരു മാർക്കറ്റ് ഡൗണിൽ വന്നേക്കുന്ന 3 ബുള്ളിഷ് ക്യാൻഡിൽസ് ആണ്. ഈ 3 ബുള്ളിഷ് ക്യാൻഡിൽ വന്നിട്ട് എന്താ സംഭവിച്ചിട്ടുണ്ട്, ഇവിടെ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ വിക്കും ഈ മൂന്നാമത്തേതിൻ്റെ വിക്കും തമ്മിൽ ഇത്രയും ഗ്യാപ്പ് എടുക്കുന്നുണ്ട്. നിങ്ങൾ ഫസ്റ്റായിട്ട് ട്രേഡ് ഇതുപോലെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് നോക്കുക. അല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും ഗ്യാപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് വരച്ചിട്ടേക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ ഓർഡർ ബ്ലോക്ക്, നമ്മളിവിടെ ഒരു ഓർഡർ ബ്ലോക്കും കൂടി ഫൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ഇംബാലൻസ് നടന്നതിന് ശേഷം എന്താ സംഭവിച്ചിട്ടുണ്ട്, മാർക്കറ്റ് ഇങ്ങനെ പോയിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ലിക്വിഡിറ്റി പോയിൻറ്റും ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം എണ്ണം കൊണ്ടുപോയിട്ട് ഇവിടെ ഒരു ട്രേഡ് കൊടുക്കും. ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു സ്റ്റോപ്പ് ലോസും വെക്കും. പക്ഷേ മാർക്കറ്റ് എന്ത് ചെയ്ത് എല്ലാത്തിൻ്റെ സ്റ്റോപ്പ് ലോസ് സ്വീപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഓർഡർ ബ്ലോക്കിൻ്റെ ഏരിയയിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം മാർക്കറ്റിന് എന്താ സംഭവിച്ചത്, ഒറ്റ ഷൂട്ട് മേലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ട്രേഡ് നമ്മൾ എടുത്തായിരുന്നെങ്കിൽ എന്താണ് നമുക്ക് കിട്ടാൻ പോണത്, പ്രോഫിറ്റ്സ് ആണ്. ഈ ഒരു ഏരിയയിൽ നമ്മൾ ട്രേഡ് എടുത്തായിരുന്നെങ്കിൽ നമുക്കിവിടെ പ്രോഫിറ്റ് കിട്ടും. കണ്ട, അപ്പോൾ ഇങ്ങനെയാണ് ഒരു മാർക്കറ്റിൽ റൺ ആവണത്, വർക്ക് ആവണത്. ഇംബാലൻസ് വെച്ചിട്ട് എങ്ങനെ ട്രേഡ് എടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം കത്തിയെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഈ ഒരു പോയിന്റ് ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ നിങ്ങൾ നോക്കിക്കാൻ പറ്റും ഇവിടെ ഇതൊരു ഇംബാലൻസ് വന്നേക്കാണ്. ഇവിടെ ഈ ഒരു വിക്കും തമ്മിൽ ഇത്രയും ഗ്യാപ്പ് ഉണ്ട്. അതിനുശേഷം മാർക്കറ്റ് ഇതുപോലെ പോയിട്ടുണ്ട്. എല്ലാത്തിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഇതിൻ്റെ അടിയിലായിട്ട് വെക്കും. എല്ലാവരും നോക്കിയിരിക്കുന്ന വഴിയിൽ നേരെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എല്ലാവരുടെയും സ്വീപ്പ് ചെയ്ത് പോയിട്ട് നമ്മുടെ ഓർഡർ ബ്ലോക്കിലേക്ക് റിട്ടേൺ മാർക്കറ്റ് വരും. ആൻഡ് ഇവിടെ ഒരു ട്രേഡ് നമ്മൾ എടുത്തായിരുന്നെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ കൃത്യമായിട്ട് വെച്ചു. നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമുക്ക് മാർക്കറ്റ് പ്രോഫിറ്റ് ആക്കി തന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇംബാലൻസിൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാർട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, വരച്ച് നോക്കുക. എന്നിട്ട് ഇതൊക്കെ ഇതുപോലെ കൃത്യമായിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോയൊക്കെ ഒന്ന് അയച്ചു തന്നായി. എങ്ങനെയുണ്ടെന്ന് എനിക്ക് പറ്റാത്തോളം ആൾക്കാരൊക്കെ ഞാൻ നോക്കി പറഞ്ഞുതരാം എങ്ങനെയുണ്ട്, ക്ലിയർ ആയിട്ടുണ്ടോ എന്ന്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും സബ് ചെയ്ത് വെച്ചേക്ക്. കാരണം ഇനിയുള്ള വീഡിയോസുകൾ വളരെ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള വീഡിയോസാണ് ഇനി വന്നത്. ട്രേഡ് എടുക്കണ മെത്തേഡ്സ്, എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടതെന്ന കാര്യങ്ങളൊക്കെ കൃത്യമായ എൻട്രീസും സ്റ്റോപ്പ് ലോസൊക്കെയാണ് അടുത്ത എപ്പിസോഡിൽ പറയാനായിട്ട് പോണത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ.